അപ്പോൾ നമ്മളിൽ പലർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ പറയാൻ പോണത്, ഒരാൾ ജോലിക്ക് പോകണോ അതോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ എന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിന് രണ്ട് റീസൺ വന്നിട്ട് നമ്മൾ പറയാൻ പോണത്, എന്തുകൊണ്ടാണ് ഈ രണ്ട് റീസൺ ഉള്ളവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലെന്നും വേറെ ഒരു 3 റീസൺ പറയുന്നുണ്ട്. അവർ മാത്രമേ ബിസിനസ്സിലോട്ട് വന്നാൽ സക്സസ് ആകുമെന്നും പറയുന്നുണ്ട്. ഇപ്പോഴേ ഈ രണ്ട് ക്യാരക്ടർ ഉള്ളവരാണ് അല്ലെങ്കിൽ റീസൺ കൊണ്ടാണ് ബിസിനസ്സിലോട്ട് വരണവരെങ്കിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയണത്, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണമായിരിക്കും അവർ. അപ്പോൾ അവരുടെ ബാസോ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സോ ആരെങ്കിലും അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ജോലി ചെയ്യണതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ റീസൺ കൊണ്ടാണ് ഞാൻ ജോബ് വേണ്ടെന്ന് വെച്ചിട്ട് ബിസിനസ്സിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു ഇതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വഴക്ക് കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സുമായിട്ട് ഇറങ്ങും. അവിടെ നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമർ വാങ്ങാൻ പോണ കസ്റ്റമർ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ പോണ കസ്റ്റമർ ചിലപ്പം ഇതിനേക്കാളും കൂടുതൽ നമ്മളെ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ്സിലോട്ട് വരുന്നെന്ന് ഉണ്ടെങ്കിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് നിൽക്കാൻ പറ്റില്ല ആ ബിസിനസ്സിലോട്ട്. ഇപ്പോൾ ജോബിൽ നിൽക്കാൻ പറ്റാത്തതുപോലെ ബിസിനസ്സിലും ചില സിറ്റുവേഷൻ നമ്മുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നവർ വഴക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് ഇതിനെയൊക്കെ നമ്മുടെ ഓവർകം ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഈ റീസൺ കൊണ്ടാണ് ബിസിനസ്സിലോട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്, ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ രണ്ടാമത് നമ്മൾ പറയാൻ പോണത്, അവർ ക്യാഷ് ഉണ്ടാക്കാം, ക്വിക്കായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. ജോലിക്ക് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ഷോർട്ട് പീരീഡിൽ നമുക്ക് വലിയ എമൗണ്ട് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്നവരുണ്ടാവും. അപ്പോൾ അവരും ഇതിലോട്ട് വരാതിരിക്കണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയണത് ഒരു ചെടി നമ്മൾ നട്ട് അതിൽ വിതയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂത്ത് കായ്ച്ച് വരാനേ കുറേ കാലം എടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ അതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെയാണ് ബിസിനസ് എന്ന് പറയണത്. നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം കുറഞ്ഞത് അതിലേക്ക് നമ്മളൊന്ന് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പുള്ളവർ മാത്രം ഈ ബിസിനസ്സിലോട്ട് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ തന്നെ വരാം, 1 വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലോ ക്യാഷ് ഉണ്ടാക്കാം എന്ന് വരുന്നവർക്കത് തീർച്ചയായിട്ടും അവർക്ക് സക്സസ് ആവാൻ പറ്റില്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഉടൻ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിലേക്ക് വേണ്ടി നമ്മൾ കുറേ എഫേർട്ട് ഇടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ക്യാഷാണ് ഉദ്ദേശത്തിൽ വരുന്നതെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ യാതൊരു കാര്യവും ഒരു എക്സ്പെക്റ്റേഷനോടെയാണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ വരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് എന്താവും ഇതാണ് എനിക്ക് വേണ്ട റിസൾട്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മളത് ചെയ്യുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വരില്ല. അപ്പം നമ്മുടെ ഒരു കാര്യം ചെയ്യുകയാണ്, ആ കാര്യം അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഫോക്കസിനെ പ്രോസസ്സിൽ വയ്ക്കണം. നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഹോട്ടൽ ബിസിനസ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ സറൗണ്ടിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇതുപോലെ ഈ സറൗണ്ടിങ്ങിൽ ആരും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുന്നില്ല, ഇത്ര ടേസ്റ്റായിട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സർവീസ് ഇത്ര ബെസ്റ്റാണ്, എൻ്റെ സ്റ്റാഫ് ഇത്രയും നല്ല സ്റ്റാഫ് സർവീസ് കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനെ. അപ്പോൾ ഇതുപോലെ ഒരു ഹോട്ടൽ എനിക്ക് തുടങ്ങണം എന്ന ഉദ്ദേശത്തിലോട് വരുന്നെങ്കിൽ അവർ സക്സസ് ആവും. കാരണം അവരുടെ ഉദ്ദേശം ക്യാഷ് അല്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സിലാണ് അവർ ഉദ്ദേശം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കറക്റ്റ് ചെയ്യണം, എൻ്റെ കസ്റ്റമർ എൻ്റെ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് കസ്റ്റമേഴ്സ് തേടി വരും. നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസോ ബെസ്റ്റായിട്ടും ബെറ്ററായിട്ടും കൊടുക്കുന്നെങ്കിൽ പിന്നെ ആൾക്കാർ വരില്ലേ. അപ്പോൾ ക്യാഷ് ഓട്ടോമാറ്റിക്കാണ് വരും. ആൾക്കാർ ഇഷ്ടം പോലെ വരുമ്പോഴേ ക്യാഷ് ഓട്ടോമാറ്റിക്കാണ് വരും. അപ്പോൾ നമ്മൾ ക്യാഷിനെ മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ക്യാഷിലിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രോസസ്സ് ഞാൻ എന്താണ് ചെയ്യുന്നത് അതിലായിരിക്കണം നമ്മുടെ ചിന്ത ഇരിക്കണം. എങ്ങനെയാണ് ബെസ്റ്റായിട്ട് ഫുഡ് കൊടുക്കാം എന്നുള്ള ഇതിൽ മാത്രമേ നമ്മുടെ ചിന്തിരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സക്സസ് ആവാൻ പറ്റും. അല്ല, ക്യാഷിലേക്ക് വേണ്ടിയാണ് വരുന്നെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർ കുറച്ച് ദിവസം നോക്കും, നമുക്ക് ഉദ്ദേശിച്ച ക്യാഷ് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നിർത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടും നമ്മുടെ ബിസിനസ്സിലോട്ട് വരരുത്.
ആദ്യം പറഞ്ഞ ഒരു റീസൺ, ഇതിപ്പോൾ രണ്ടാമത്തെ റീസണാണ്. ഈ രണ്ട് റീസൺ, ഒന്ന് സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ ബോസോ നമ്മുടെ വഴക്ക് പറഞ്ഞു, ആ റീസൺ കൊണ്ടാണ് ബിസിനസ്സിൽ, അതും വരാൻ പാടില്ല. ഈ രണ്ടാമത് ഇപ്പം പറഞ്ഞത് ക്യാഷ്, അതിലേക്ക് വേണ്ടിയും വരാൻ പാടില്ല. ഈ രണ്ട് റീസൺ കൊണ്ട് വരാൻ പാടില്ല. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിലോട്ട് വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇരിക്കുകയാണ്, അത് ഈ സറൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഒരിടത്തുമില്ല ഇങ്ങനെ ഒരു സർവീസ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് ഇങ്ങനെ ഒരു സർവീസ് പ്രോഡക്റ്റോ ഇതുവരെ വന്നതേ ഇല്ല. ഈ പ്രോഡക്റ്റും സർവീസും കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടും. ഇത് നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ വാങ്ങാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കണം. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ഇറങ്ങാം. തീർച്ചയായിട്ടും ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും. കാരണം ഇത് മാർക്കറ്റിൽ വരാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങും. ആൾക്കാർ തീർച്ചയായിട്ടും വാങ്ങും. അങ്ങനെ ഒരു ഐഡിയയുമായിട്ടാണ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ഐഡിയ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുവറായിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ സക്സസ് ആവും. രണ്ടാമതെന്ന് പറയണത്, നമ്മുടെ അടുത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഐഡിയ തന്നെ നമ്മൾ കണ്ടെത്തി തന്നെ നമ്മുടെ ആ ബിസിനസ് തുടങ്ങണമെന്നില്ല. ആൾറെഡി ഒരു ബിസിനസ് മോഡൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ അവർ കൊടുക്കാത്ത ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു സർവീസ്, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് കൊള്ളാം, പ്രോഡക്റ്റ് കൊള്ളാം, പക്ഷേ ഇതും കൂടെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പോൾ നമ്മളതിനെ നോക്കിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കൂടുതൽ അവർ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്ലയേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഇവരെന്ത് ചെയ്യണം, ഇതൊന്ന് അവർക്ക് മിസ്സിങ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സക്സസ് ആവും. പിന്നെ മൂന്നാമത് പറയണത്, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്. അത് നമ്മുടെ ആയിരിക്കാം, നമ്മൾ പേഴ്സണലി ചിലപ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും സക്സസ് ആവും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയണത്, ഇപ്പോൾ ആൾക്കാർക്ക് എന്താണ്, ഡ്രൈവ് ചെയ്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെയുള്ള സമയം വേസ്റ്റാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വഴി അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സർവീസ് കൊടുത്തു. എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഫുഡ് എത്തിച്ചു തരാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് എന്തായി, അവർക്ക് എളുപ്പമായി, ടൈം സേവ് ചെയ്തു. അപ്പം നമുക്കിങ്ങനെ മറ്റുള്ളവരെ ടൈം സേവ് ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഇവിടെ ഇരിക്കുകയാണ്, പ്രോബ്ലം ഇരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈ പ്രോബ്ലം നമ്മുടെ ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ബിസിനസ് ആക്കാം എന്നുള്ള ചിന്ത ഉള്ളവർ വന്നു കഴിഞ്ഞാലും ഇത് ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആവും. അപ്പോൾ ഈ 3 റീസൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിലോട്ട് വരാം, സക്സസ് ആവും. ആദ്യം പറഞ്ഞ 2 റീസൺ വരാൻ പാടില്ല. ഇപ്പം പറഞ്ഞ 3 റീസൺ, ആർക്കാണോ ഈ 3 ചിന്തയും ഉള്ളവർ തീർച്ചയായിട്ടും ബിസിനസ്സിലോട്ട് വരാം. ഇത് നമ്മുടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ബിസിനസ്സിലോട്ട് വരാം, ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. പക്ഷേ ആരാണ് സക്സസ് ആവുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ബിസിനസ്സിലോട്ട് വരാം, ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അവർ നിലനിൽക്കുമോ അല്ലെങ്കിൽ അതിൽ സക്സസ് ആവുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ്സിലോട്ട് വരണം. എല്ലാവർക്കും ചാടി വീഴുന്ന ബിസിനസ്സിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസം അതിലോട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ക്യാഷൊക്കെ മുടക്കി ബിസിനസ് തുടങ്ങും. ക്യാഷ് ഇല്ലാതെ തീർത്തിട്ട് അത് നിർത്തുന്ന കാലം നല്ലതായിരിക്കും ഇത്.